പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന റീത്ത് ആൻറ്റിക്കും ഫാമിലിക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തിരുവചനത്തിലോട്ട് നീങ്ങുകയാണ്. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ റീത്ത് ആൻറ്റിയും ഫാമിലിയും ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ എല്ലാ ബ്ലെസ്സിങ്സിനാലും ഞങ്ങൾ നിറയ്ക്കുന്നു. ഈ അപ്പോസ്റ്റോലിക് ശുശ്രൂഷയിലേക്ക് താൻ വിതച്ചപ്പോൾ, ഹല്ലേലൂയ, അപ്പാ അതിൻ്റെ എല്ലാ ശ്രേഷ്ഠ നന്മകളും അപ്പാ അവരുടെ മേൽ വിതയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ അപ്പോസ്റ്റോലിക് ബ്ലെസ്സിങ്ങിനാലും ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രിയ ഫാമിലിയെ ഞങ്ങളെ നിറച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ സർവ്വ അനുഗ്രഹങ്ങളും ഈ ദിവസങ്ങളിൽ തന്നെ അവരുടെ ഫാമിലിയിൽ നിറയട്ടെ. അവരുടെ മക്കളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അവരുടെ ജോലി കാര്യങ്ങളെ ബ്ലസ് ചെയ്യുന്നു. അവരുടെ പഠന കാര്യങ്ങളിൽ ഉയരുവാൻ ഞങ്ങൾ അവരെ ബ്ലസ് ചെയ്യുന്നു. ഹല്ലേലൂയ. അതിലെല്ലാം ഉപരി അവർ ആഗ്രഹിച്ചതുപോലെ ഗ്ലോറി കാരിയേഴ്സായി മാറുവാൻ കർത്താവ് അവരെ ഈ ദിവസങ്ങൾ ഇടയാക്കുന്നതിനായി നന്ദി പറയുന്നു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അവിടെ മേൽ ഗ്ലോറിയെ റിലീസ് ചെയ്യുന്നു, തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് നമ്മൾ അല്പനേരം വീണ്ടും ആമേൻ ഹല്ലേലൂയ കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹം എത്ര ആഴമാ അല്ലേ? അതിൻ്റെ ആഴങ്ങളെ നമ്മളൊന്ന് തിരിച്ചറിയുന്നത് എത്ര വിലയേറിയ കാര്യമാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ ആമേൻ ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് രുചിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, മഹത്വത്തിൻ്റെ തലത്തിൽ ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹം ഒത്തിരി ആഴമേറിയതാ. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ രുചിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ ഇടയാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ. ആക്ച്വലി കർത്താവിന് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്രയാണെന്ന് വാസ്തവത്തിൽ മനുഷ്യന് പിടികിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. നമ്മളിപ്പോഴും കർത്താവിനെ മനസ്സിലാക്കുന്നത് ആമേൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ കരഞ്ഞലറി നിലവിളിക്കുമ്പോൾ കർത്താവ് എന്തെങ്കിലുമൊക്കെ തരുന്നു, അങ്ങനെ എന്തൊക്കെയോ ഒരാശയത്തിലാണ് നമ്മൾ കർത്താവിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കുറേ പേര് മനസ്സിലാക്കിയിരിക്കുന്നത് കർത്താവ് നമ്മളെ വേദനയിലിടുന്നവൻ, ഹല്ലേലൂയ, കഷ്ടങ്ങളിലാക്കി കളയുന്നവൻ, ഹല്ലേലൂയ, ഒത്തിരി കഷ്ടതയിട്ട് കണ്ണുനീരിട്ട് വേദനകളിട്ട് ആമേൻ ഹല്ലേലൂയ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവൻ. അങ്ങനെ പല അണ്ടർസ്റ്റാൻഡിങ്ങുകൾ നമുക്ക് കർത്താവിനെ കുറിച്ചുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇതൊന്നുമല്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് സ്നേഹത്തിൻ്റെ ആഴമാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, മനുഷ്യരോടുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഭയങ്കരമാണ്. ഹല്ലേലൂയ. ആ ഭയങ്കരമായ സ്നേഹം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ മഹത്വത്തിൻ്റെ തലത്തിൽ പ്രവേശിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പുറത്തു നിന്ന് കർത്താവിനെ വീക്ഷിക്കുന്നത് കൊണ്ടാണ് ആമേൻ നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തെ വാസ്തവമായി രുചിക്കാൻ കഴിയാത്തത്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ഭവനത്തിലേക്ക് പ്രവേശിച്ച്, നമ്മൾ മഹത്വത്തിലേക്ക് പ്രവേശിച്ച് അവൻ്റെ പുത്രനും പുത്രിയുമായി കഴിയുമ്പോൾ മാത്രമാണ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൻ്റെ വലിപ്പം, അവൻ നമ്മൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതിൻ്റെ വലിപ്പം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഒരു ഭക്തൻ്റെ റലത്തിലോ ഭൃത്യൻ്റെ റലത്തിലോ ആമേൻ നമ്മൾ വീടിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയാനായി സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു ഭക്തൻ എപ്പോഴും ആ വീടിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. താൻ വീടിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, വെല്ലവും തരണേ, വെല്ലവും തരണേ. അപ്പോൾ കർത്താവ് കരുണ തോന്നി എന്തെങ്കിലും എടുത്തു കൊടുക്കും. ഹല്ലേലൂയ. അത് കരുണാദാനമാണ്. ഹല്ലേലൂയ. എന്നാൽ മഹത്വത്തിൻ്റെ തലത്തിലുള്ള തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി താൻ എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ നമ്മൾ ഭക്തൻ്റെ റലത്തിൽ നിൽക്കുമ്പോൾ ആമേൻ നമ്മൾ ഈ ഡോറിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഭവനത്തിൻ്റെ വെളിയിൽ നിന്നിട്ട് കർത്താവിനോട് യാചിക്കാനാണ് നമ്മളിപ്പോഴും താല്പര്യപ്പെടുന്നത്. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും കർത്താവ് നമുക്ക് വേണ്ടി വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല, കർത്താവിൻ്റെ സ്നേഹം ഒന്നും അല്ല എന്നൊക്കെ നമുക്ക് തോന്നുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ അതൊന്നും ശരിയല്ല. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം സത്യം പറഞ്ഞാൽ നമുക്ക് പിടികിട്ടണമെങ്കിൽ നമ്മൾ മഹത്വത്തിൻ്റെ തലത്തിലേക്ക് പ്രവേശിച്ചേ മതിയാകത്തുള്ളൂ. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? എഫേസ്യ ലേഖനം 3:18 തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, അവൻ്റെ സ്നേഹത്തിൻ്റെ വീതി, ആഴം, നീളം, ഉയരം ഇത് തിരിച്ചറിയാൻ ആമേൻ ഹല്ലേലൂയ കഴിവ് കൊടുക്കണമേ.
അതിനൊരു ആത്മ വെളിപ്പാട് കൊടുക്കണമേ എന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഭയങ്കരമാണ്. ഇന്ന് നിങ്ങളത് തിരിച്ചറിയണം. ഹല്ലേലൂയ. നിങ്ങളുടെ സാഹചര്യങ്ങൾ വെച്ച് നിങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തെ അളക്കരുത്. നിങ്ങളുടെ സാഹചര്യം വെച്ച് നിങ്ങൾ കർത്താവിന് നിങ്ങളോടുള്ള ആഴമേറിയ പ്രേമത്തെ കണ്ടില്ല എന്ന് നടിക്കരുത്. നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വീടിൻ്റെ പുറത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പലതും കർത്താവിൻ്റെ സ്നേഹത്താൽ കർത്താവ് ഒരുക്കി വെച്ച പലതും ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അങ്ങനെ അനുഭവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഹല്ലേലൂയ അവർ പറയുന്നത് കർത്താവ് ഇതാണ്, അതാണ്, ഇതാണ്, അതാണ് എന്ന് പറഞ്ഞ പിശാചിൻ്റെ ഒത്തിരി നെഗറ്റീവ് തോട്ടുകൾ, ദൈവത്തെക്കുറിച്ച് പിശാച് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് തോട്ടുകൾ നിങ്ങളുടെ തലയിലുണ്ട്. അതിനെ മുഴുവൻ ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇന്ന് അപ്പൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുമെങ്കിൽ, അപ്പൻ്റെ മാർവിടത്തിലേക്ക് ഓടി അണയുമെങ്കിൽ, ഹല്ലേലൂയ, അവൻ നിങ്ങളെ കൈക്കൊള്ളും, ഭവനത്തിലെ അംഗമാക്കും. ഹല്ലേലൂയ. ഭവനത്തിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. അത് നിങ്ങൾ പ്രാപിക്കും. ഹല്ലേലൂയ. അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, നീളം, വീതി, ഉയരം അളക്കാൻ പോലും പറ്റത്തില്ല. അത് നമ്മുടെ ഇൻ്റലക്റ്റിന് മനസ്സിലാകുന്നതല്ല. എല്ലാവരും എന്ന് പറഞ്ഞ് കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത് ഭയങ്കരമായ പ്രതിസന്ധിയിലാണ്. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത് ഭയങ്കരമായ വേദനയിലാണ്. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ വിളിച്ചു പറയണം, കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. യഹോവ നല്ലവൻ. പിശാചിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. അവൻ എപ്പോഴും ദൈവത്തെ ഒരു വില്ലനായി ചിത്രീകരിക്കും. പിശാച് എപ്പോഴും ദൈവത്തെ ഒരു വില്ലനായി ചിത്രീകരിക്കും. ആ വില്ലനായി പിശാച് ചിത്രീകരിക്കുന്ന ദൈവത്തെയാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്? എന്നാൽ നിങ്ങളുടെ അനുഗ്രഹത്തെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം ഭീകരരൂപിയായ ഒരു വ്യക്തിയുടെ അടുക്കൽ നമ്മൾ ഒരിക്കലും അടുത്തു വരത്തില്ല. പിശാച് നിങ്ങളുടെ തലയിലിട്ടിരിക്കുന്ന പിക്ചർ, ദൈവത്തെക്കുറിച്ച് ഇട്ടിരിക്കുന്ന പിക്ചർ ഒരു ഭീകര രൂപിയുടേതാണോ? നിങ്ങളെ അടിക്കുന്നവൻ്റെതാണോ? നിങ്ങളെ ദ്രോഹിക്കുന്ന ദൈവത്തിൻ്റെ പിക്ചറാണോ നിങ്ങളുടെ തലയിലിട്ടിരിക്കുന്നത്? എങ്കിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ഇരു കൈകളും നീട്ടി വാ മകനെ എന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കുന്ന അനുഭവത്തിൽ പോലും നിങ്ങൾ തന്നെയാണ് ദൈവത്തിൽ നിന്ന് ഓടി മറയുന്നത്. ആദ്യം ഏദൻ തോട്ടത്തിൽ മനുഷ്യന്റെ അടുക്കൽ നിന്ന് ഓടി മറഞ്ഞത് ദൈവമല്ല, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് മനുഷ്യനാണ് ഓടി മറഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയാം ഉൽപ്പത്തി 3 നടന്ന ആ സംഭവം. ഹല്ലേലൂയ. നമുക്കതൊന്ന് വായിച്ചാലോ? ഉൽപ്പത്തി 3 അധ്യായം 8 വാക്യം. Then the man and his wife heard the sound of the Lord God as he was walking in the garden in the cool of the day, and they hid from the Lord God among the trees of the garden. Hallelujah. ഹല്ലേലൂയ. അപ്പോൾ ആരാണ് ഓടി ഒളിച്ചത്? മനുഷ്യനാണ് ഓടി ഒളിച്ചത്. ആരാണ് ദൈവിക അനുഗ്രഹങ്ങളിൽ നിന്ന് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്? ദൈവമല്ല, മനുഷ്യനാണ്. പക്ഷേ എന്നെ പലരും വിളിക്കുമ്പോൾ അവർ എന്നോട് പറയുന്ന ആശയത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്, ഹല്ലേലൂയ, ദൈവം അവരുടെ അടുക്കൽ വരുന്നില്ല, ദൈവം ഹല്ലേലൂയ അവരെ നോക്കുന്നില്ല, ദൈവം അവർക്കൊന്നും കൊടുക്കുന്നില്ല. ഈ ഒരു മനോഭാവത്തിലാണ് അവർ നിൽക്കുന്നത്. പക്ഷെങ്കിൽ ഞാൻ നിങ്ങളോട് ഇന്നൊരു മർമ്മം പറയാം. വാസ്തവത്തിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹമോ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതോ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്നത്തെ എപ്പിസോഡിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ്, ദൈവം നല്ലവൻ. ഹല്ലേലൂയ. നിങ്ങളുടെ സാഹചര്യം വെച്ച് നിങ്ങൾ ദൈവത്തെ അളക്കരുത്, ഡിഫൈൻ ചെയ്യരുത്. ഇന്നത്തെ നിങ്ങളുടെ പല സാഹചര്യത്തിനും കാരണം നിങ്ങൾ ഓടി മറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ദൈവം നിങ്ങളുടെ അടുക്കൽ നിന്ന് ഓടി മറഞ്ഞിട്ടില്ല. നിങ്ങൾ എത്ര പാപം ചെയ്തെന്ന് പറഞ്ഞാലും, ആദാമും ഹൗവയും പാപം ചെയ്തു എന്ന് ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ? അറിയാമായിരുന്നു. ഹല്ലേലൂയ. എന്നാലും ദൈവം അവരുടെ അടുക്ക വന്നില്ലേ? വന്നു. പക്ഷെ അപ്പോൾ ആരാണ് ഓടി മറഞ്ഞത്? ഓടി മറഞ്ഞത് മനുഷ്യനാണ്. ഗിൽറ്റ് എന്ന് പറയുന്ന ഒരു ആശയമാണ് ഇവിടെ പ്രവർത്തിച്ചത്. ഹല്ലേലൂയ. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുവാനുള്ള ഏറ്റവും വലിയ തന്ത്രമാണ് കുറ്റബോധം. പാപബോധമല്ല, കുറ്റ
കുറ്റബോധം. ഹല്ലേലൂയ. ഗിൽറ്റ് വന്നാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ഓടി മറയും. ഹല്ലേലൂയ. നമ്മൾ നിരന്തരം പാപത്തിൽ വീണ് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നത്. നമ്മൾ ആത്മമണ്ഡലത്തിൽ ദൈവവുമായിട്ട് അകന്നു നിന്നാൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകളെ നമുക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എത്ര വട്ടം പാപത്തിൽ വീണവനാണെങ്കിലും, കുഴിയിൽ വീണവനാണെങ്കിലും, ചേറ്റിൽ വീണുപോയവനാണെങ്കിലും, ഇന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാൻ ഒരവസരം ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം വെയിറ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇത് ഒരു ഉറപ്പ് ഇന്ന് നിങ്ങൾ പ്രാപിക്കണം. എല്ലാ കുറ്റബോധത്തിൻ്റെ സ്പിരിറ്റിനെയും ഞാൻ ഇപ്പോൾ ശാസിക്കുകയാണ്. നിങ്ങളുടെ മൈൻഡിൽ പിശാചിട്ടിരിക്കുന്ന കുറ്റബോധത്തിൻ്റെ ഗിൽറ്റ് എന്നതിൻ്റെ ചിന്തകളെ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ഗിൽറ്റ് ബ്രേക്കായിട്ട് നിങ്ങൾ ദൈവത്തിലേക്ക് അടുത്തു വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എന്തോ പറഞ്ഞു സങ്കീർത്തനം 91, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവവുമായിട്ട് വാസ്തവത്തിൽ പറ്റിയിരിക്കാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒന്ന് പരിശോധിച്ചേ. നിങ്ങൾ സഭയിൽ പോകുന്നുണ്ട്, പക്ഷേ ദൈവവുമായിട്ട് നിങ്ങൾ അടുത്താണോ അകലെയാണോ? നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 15:8. മത്തായിയുടെ സുവിശേഷം 15:8 വാക്യം അവിടെ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. These people honor me with their lips, but their hearts are far away from me. They worship me in vain. Their teachings are merely human rules. അവിടെ എഴുതിയിരിക്കുകയാണ്, ഈ ജനങ്ങൾ എന്നെ അധരം കൊണ്ട് മാനിക്കുന്നു, പക്ഷെങ്കിൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് far away ആണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരത്താണ്. ഹല്ലേലൂയ. പലരും സഭയ്ക്കുള്ളിലുണ്ട്, പക്ഷെങ്കിൽ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും വളരെ വളരെ അകലെയാണ്. പലരും മെമ്പർഷിപ്പ് കാർഡിൻ്റെ അകത്തുണ്ട്, രജിസ്റ്ററിൻ്റെ അകത്തുണ്ട്, സഭയ്ക്കകത്തുണ്ട്, ബിൽഡിങ്ങിൻ്റെ അകത്തുണ്ട്, പക്ഷെ ദൈവത്തിൽ നിന്ന് ഫാറവയാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥ ഇസ്രായേൽ മക്കളെ പോലെ. ഇവിടെ ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് യേശു വിശദീകരിക്കുന്നത്. അവർ എന്നെ ആധരം കൊണ്ട് മാനിക്കുന്നു, അവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് ദൂരത്താകുന്നു. ആ അവസ്ഥയിലാണ് ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്നതെങ്കിൽ നിങ്ങളാണ് വാസ്തവത്തിൽ ദൈവത്തിൽ നിന്ന് അകലെ നിൽക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ ഇപ്പോഴും കംപ്ലൈന്റ് ചെയ്യുന്നത് എന്തോ, ദൈവം എൻ്റെ വിഷയത്തിൽ വരുന്നില്ല, ദൈവം എന്നോട് ഇടപെടുന്നില്ല, ദൈവം കമോൺ. ദൈവമല്ല കുഞ്ഞെ നിന്റെ വിഷയത്തിലോട്ട് വരേണ്ടത്, നീ ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് വരേണ്ടത്. മുടിയനായ പുത്രനാണ് ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഹല്ലേലൂയ. ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി, ദൈവരാജ്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്തുവാ? എൻ്റെ അടുക്ക ദൈവം വരണം. നോ, അതല്ല ആവശ്യം. നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ മടങ്ങി ചെല്ലണം. ദൈവരാജ്യത്തിൻ്റെ ക്ലൈമറ്റിൽ നിന്ന് ദൈവം ഇറങ്ങി വരാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. നിങ്ങളാണ് അവിടുന്ന് ഇറങ്ങിപ്പോയത്. നിങ്ങൾ ഇറങ്ങിപ്പോയെങ്കിൽ നിങ്ങൾ അവിടേക്ക് മടങ്ങി വന്നാൽ നിങ്ങളുടെ ഹൃദയം ദൈവവുമായി കണക്റ്റ് ആയാൽ, എല്ലാവരും പറഞ്ഞേ ഹൃദയം. അവരുടെ ഹൃദയം എന്നിൽ നിന്ന് ഫാറവേ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതിൻ്റെ മുഴുവൻ ആകത്തുക ഹൃദയത്തിലാണ് കിടക്കുന്നത്. ഹൃദയത്തിൽ. നമ്മുടെ പുറത്തെ അധരം കൊണ്ട് നമ്മൾ ദൈവത്തെ മാനിക്കുന്നത് കൊണ്ടോ നമ്മൾ കൈ അടിക്കുന്നതോ ഇതൊന്നുമല്ല ഒന്നാമത്തെ കാര്യം. നമ്മുടെ ഹൃദയം മാത്രമാണ് ദൈവം പരിശോധിക്കുന്നത്. ദാവീദ് പറയുന്നു, ഉറക്കത്തിൽ പോലും എൻ്റെ അന്തരംഗത്തെ അവൻ പരിശോധിക്കുന്നു. നിന്റെ അന്തരംഗത്തിൽ സ്നേഹമാണോ ദൈവത്തോട്? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ കുഞ്ഞേ? അതോ പിശാച് നിന്നെ ദൈവത്തിൽ നിന്ന് ദൂരെ നിർത്തിയിരിക്കുകയാണോ? സഭയിൽ നിന്നല്ല, സഭയ്ക്കകത്ത് നീയുണ്ട്, രജിസ്റ്ററിൻ്റെ അകത്ത് പേരുണ്ട്, മെമ്പർഷിപ്പിൻ്റെ അകത്തുണ്ട്, പക്ഷെ ദൈവത്തിൽ നിന്ന് ദൂരെയാണോ നീ?
അങ്ങനെയാണെങ്കിൽ ഇന്ന് എനിക്ക് നിങ്ങളോടുള്ള ആഹ്വാനം, നിങ്ങൾ പരീശന്മാരെ പോലെ ആകരുത്, ശാസ്ത്രിമാരെ പോലെ ആകരുത്. നിങ്ങൾക്കിപ്പോൾ ദൈവത്തിലേക്ക് മടങ്ങി വരാം. നിങ്ങൾക്കിപ്പോൾ ദൈവരാജ്യത്തിലോട്ട് മടങ്ങി വരാം. മടങ്ങി വന്നാൽ അവൻ്റെ സ്നേഹം ആമേൻ നിങ്ങളെ മൂടും. നിങ്ങൾ ദൈവരാജ്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് ആമേൻ പല അറ്റാക്കുകളും നിങ്ങൾക്ക് വന്നു. മുടിയനായ പുത്രന് പലതും നഷ്ടപ്പെട്ടു. ആമേൻ അവൻ്റെ സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ട് ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവൻ ദൈവത്തെ വിശദീകരിക്കാൻ ശ്രമിക്കരുത്. അത് വളരെ അപകടകരമായ കാര്യമാണ്. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടല്ല നമ്മൾ ദൈവത്തെ വിശദീകരിക്കേണ്ടത്. ഹല്ലേലൂയ. 17ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ, when he came back to his senses he said, how many of my father's hired servants have food to spare, and here I am starving to death. I will set out and go back to my father and say to him, Father, I have sinned. I am no longer worthy to be called your son. Make me like your servant. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് കുറേ നാൾ മാറി നിന്ന് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടും നഷ്ടപ്പെടും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തെക്കുറിച്ച് നെഗറ്റീവ് പിക്ചറുകൾ മാത്രമേ പിശാച് തരികയുള്ളൂ. ദൈവത്തെക്കുറിച്ച് പിശാച് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വില്ലന്റെ പിക്ചർ എപ്പോഴും തന്നുകൊണ്ടിരിക്കും. ദൈവത്തെ വില്ലനാക്കുക എന്നതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. ഹല്ലേലൂയ. ഇന്ന് ദൈവം നിങ്ങളുടെ മനസ്സിൽ വില്ലന്റെ കഥാപാത്രം എടുത്തിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ആമേൻ അതിൽ നിന്നൊരു മാറ്റം ഇപ്പോൾ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ദൈവം ആരാണ്? നിങ്ങളുടെ ആമേൻ കാന്തനാണോ? നിങ്ങളെ പ്രേമിക്കുന്ന ദൈവമാണോ? നിങ്ങളുടെ അപ്പനാണോ? അതോ നിങ്ങൾ ഈ അപ്പ എന്നീ വാ കൊണ്ട് വിളിക്കുന്നേ ഉള്ളൂ? അവർ എന്നെ അതരം കൊണ്ട് മാനിക്കുന്നു. ഈ വാ കൊണ്ട് വിളിക്കുന്നതൊന്നും ആത്മലോകത്തിൽ വർക്ക് ചെയ്യത്തില്ല. സ്പിരിറ്റ് തലത്തിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ അതെൻ്റെ ഹൃദയത്തിൽ വരണം. അതെൻ്റെ ഹൃദയത്തിൽ വരണം. ഈ മർമ്മമാണ് പലർക്കും അറിയാത്തത്. ആത്മമണ്ഡലത്തിൽ ഒരു കാര്യം രജിസ്റ്റർ ആകണമെങ്കിൽ ആ കാര്യം എൻ്റെ ഹൃദയത്തിൽ നിന്ന് കവിഞ്ഞൊഴുകേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും എൻ്റെ വായ കൊണ്ട് ഞാൻ പറയുന്നതോ എൻ്റെ പുറത്തെ ശരീരഭാഷ കൊണ്ട് ഞാൻ കാണിക്കുന്നതോ ആത്മലോകത്തിൽ രജിസ്റ്റർ ആകത്തില്ല. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള മനോഭാവം മാത്രമാണ് എന്നെ അനുഗ്രഹത്തിൽ നിലനിർത്തുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലെ മനോഭാവത്തെ പരിശോധിച്ച് മടങ്ങി വന്നാട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലെ, അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് ഇപ്പോൾ ഇരിക്കുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തെ എൻ്റെ ദൈവം പരിശോധിക്കുന്നു. ഹല്ലേലൂയ. അവിടെ എൻ്റെ ദൈവത്തോട് ആഴമേറിയ ഒരു പ്രേമത്തിലേക്ക് ഇന്ന് മടങ്ങി വാ. അവൻ്റെ സ്നേഹത്തിൻ്റെ നീളമാഴം വീതി ഉയരം, നീളമാഴം വീതി ഉയരം ഭയങ്കരമാ. നിങ്ങൾ ദൈവത്തെ പലപ്പോഴും അളക്കുന്നത് മറ്റുള്ളവരുടെ സാഹചര്യം വെച്ചുകൂടിയാണ്. ഇതാണ് അടുത്തൊരു പ്രശ്നം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങൾ പറയും, ഒരു പാസ്റ്റർ മരിച്ചുപോയി പെട്ടെന്ന്, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് പെട്ടെന്ന് ഒരു കൊറോണ വന്നൊരു അപകടം ഉണ്ടായി, ഹല്ലേലൂയ, ഒരു ആപത്തുണ്ടായി, ഹല്ലേലൂയ. അപ്പം നിങ്ങൾ പറയും, ഓ ദൈവം ക്രൂരനാണ്. നോ, അവരുടെ ലൈഫിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതിന് ആയിരക്കണക്കിന് കാരണങ്ങളുണ്ടാകാം. അതുകൊണ്ട് വേറൊരാളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നടന്ന ഒരു കാര്യത്തെ എടുത്തുകൊണ്ട് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ അളക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിൻ്റെ സ്നേഹം അപ്രമേയമാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ചിലരുടെ അകത്തു നിന്ന് ഒരു ഡിമോണിക് സ്പിരിറ്റ് ഇപ്പൊ വെളി പോവുക. ബിക്കോസ് യു ആർ കമ്മിങ് ടു നോ ദ ലവ് ഓഫ് ഗാഡ്. നിങ്ങളെ പിടികൂടിയിരിക്കുന്ന ഡിമോണിക് ഇരുട്ടുകൾ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോവുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകളെ വാസ്തവത്തിൽ സ്വീകരിക്കാത്തത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലെയാക്കിയാൽ ആമേൻ, സ്പിരിറ്റ് വേൾഡിൽ നിന്ന് ഒഴുകുന്ന നന്മകൾ ബ്ലോക്കായി പോകും. യേശുവിൻ്റെ നാമത്തിൽ. അതിൻ്റെ ആമേൻ ഏറ്റവും വലിയ തെളിവാണ് മൂത്ത പുത്രൻ. ഹല്ലേലൂയ. ലൂക്കോസ് 15 മൂത്ത പുത്രൻ. ഇദ്ദേഹം വീട്ടിൻ്റെ അകത്താണ്, പക്ഷെങ്കിൽ ഹൃദയം കൊണ്ട് അകലെയാണ്.
മൂത്ത പുത്രൻ വീടിൻ്റെ അകത്താണ്, അപ്പനോട് ഫിസിക്കലി വളരെ അടുത്താണ്, പക്ഷെ മനസ്സിൽ, ഹൃദയത്തിൽ വളരെ അകലെയാണ്. അപ്പൻ എന്താണെന്നോ അപ്പൻ്റെ ഹൃദയം എന്താണെന്നോ തിരിച്ചറിയാൻ ഇത്രയും അടുത്ത് നിന്നിട്ടും ഇവന് സാധിച്ചിട്ടില്ല. ഇവൻ റൂളിൻ്റെ ആളാണ്, മെമ്പർഷിപ്പിൻ്റെ ആളാണ്, സഭയിൽ നിരന്തരം പോകണം എന്ന ആളാണ്. സഭയിൽ പോകുന്നതിന് ഞാൻ എതിരല്ല. ചിലരുണ്ട്, അവർക്ക് ആചാരങ്ങളിലാണ് താല്പര്യം, ഹൃദയത്തിലല്ല. ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരിക്കണം. അവർക്ക് ആചാരങ്ങളിൽ വളരെ താല്പര്യമാണ്. ഹല്ലേലൂയ. കൃത്യമായിട്ട് കോട്ടേജ് മീറ്റിങ്ങിന് പോകും, കൃത്യമായിട്ട് എല്ലാ സൺഡേ സർവീസിന് പോകും, കൃത്യമായിട്ട് ചർച്ചിലെ പരിപാടികൾക്ക് പങ്കെടുക്കും. ഹല്ലേലൂയ. ഇതൊക്കെ വേണം, പക്ഷെ ഇതല്ല ഒന്നാമത്തെ കാര്യം ഹൃദയമാണ്. എത്ര പേര് എൻ്റെ കൂടെയുണ്ട്? ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഹൃദയമാണ്. ആ ഹൃദയം ഇന്ന് പകൽ ദൈവവുമായിട്ട് റീകണക്ട് ചെയ്യാമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം നിങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ സംഭവിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ആയിരക്കണക്കിന് നന്മകൾ പ്രാപിക്കാനുള്ള സീക്രട്ട്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സീക്രട്ട്, ഫാസ്റ്റിംഗ് എന്നാണ് നമ്മൾ പഠിച്ചത്, കരയുക എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ അതല്ല ഒന്നാമത്തെ സീക്രട്ട്. നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്നത് ഓക്കെ, നിങ്ങൾ കരയുന്നത് ഓക്കെ ആയിരിക്കാം, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ആത്മാവ് കരയിപ്പിച്ചിട്ട് കരയുവാണെങ്കിൽ ഓക്കെ, അല്ലാതെ ചുമ്മാ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. പക്ഷേ ദൈവം ഒരുക്കി വെച്ചതിനെ പ്രാപിക്കാൻ ഉള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സീക്രട്ട്, ഇത് ഒഴുകുന്ന ചാനൽ കർത്താവിനോടുള്ള സ്നേഹവും കർത്താവിന് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ചാനൽ ബന്ധത്തിലാണ് ഫ്ലോ നടക്കുന്നത്. ബന്ധത്തിലാണ് ഫ്ലോ നടക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ബന്ധത്താലാണ് ഫ്ലോ നടക്കുന്നത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 2:9 പറഞ്ഞത്, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്തതല്ലോ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, ഈ ഒരുക്കി വെച്ചതെല്ലാം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കാണ് ഒരുക്കിയത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, ഒത്തിരി കാര്യം ചെയ്യണ്ട, ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങളിൽ കിടന്ന് നിങ്ങൾ മെനക്കെടണ്ട. ചിലരെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഇനി ഓടാൻ സ്ഥലങ്ങൾ ബാക്കിയില്ല. ഇനി ഏത് ഫാസ്റ്റിംഗ് പ്രയറിനാണ് പോകേണ്ടത്, ഇനി ഏത് ഡെലിവറൻസ് മീറ്റിങ്ങിനാണ് പോകേണ്ടത്, ഇനി ഏത് കർമ്മമാണ് ഞാൻ ചെയ്യേണ്ടത്, ഇനി ഏത് ആചാരമാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് ഓടി നടക്കുന്നവരെ, നിങ്ങളോട് എനിക്കൊരൊറ്റ വാചകമേ പറയാനുള്ളൂ. അധികം ആചാരങ്ങൾ നിങ്ങൾ ചെയ്യണ്ട, ഒത്തിരി നിങ്ങൾ ഓടി നടക്കണ്ട, ഒത്തിരി മീറ്റിങ്ങിൽ നിങ്ങൾ പോകണ്ട. ഒറ്റ കാര്യം, ഇന്ന് റൂമിൽ പോയിരുന്ന് നിങ്ങളുടെ ഹൃദയത്തെ ദൈവവുമായിട്ടൊന്ന് അലൈൻ ചെയ്യാമെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്കൊന്ന് കണക്റ്റ് ചെയ്യാമെങ്കിൽ നിങ്ങളിലേക്ക് അസാധാരണമായ ഒഴുക്ക് നടക്കും. യേശു പറഞ്ഞ എന്തുവാ? ഏറ്റവും വലിയ കൽപ്പന എന്തുവാ? നിന്റെ ദൈവമായ പിതാവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുക. ഇതാണ് ഒന്നാമത്തെ കൽപ്പന. അതിൽ നിന്ന് വേണം മറ്റ് ആചാരങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചർച്ചിൽ പോകുന്നതോ ഫാസ്റ്റിംഗ് പ്രയറിന് പോകുന്നതോ ഫാസ്റ്റിംഗ് എടുക്കുന്നതോ പോലും ആ ഹൃദയ ബന്ധത്തിൽ നിന്നൊഴുകണം. പലപ്പോഴും അങ്ങനെ ഇസ്രായേൽ മക്കൾ ചെയ്യാതിരുന്നപ്പോഴാണ് പഴയ നിയമത്തിൽ യെശയ്യാവ് 1, യെശയ്യാവ് 58 ഒക്കെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഉപവാസം വെറുക്കുന്നു, ഞാൻ നിങ്ങളുടെ യാഗങ്ങളെ വെറുക്കുന്നു. കാരണം എന്താ അങ്ങനെ ദൈവം പറയുവാനായിട്ട് ഇടയായി തീർന്നത്? ഇവർ ചെയ്യുന്നതെല്ലാം ആചാരങ്ങളായി മാറി, റിച്വൽസായി മാറി. പക്ഷേ ദൈവത്തിൽ നിന്ന് ഇവർ ഫാർ എവേയാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ആമേൻ ഹല്ലേലൂയ ചർച്ചിൽ പോകുന്നവരാണ്, ആമേൻ ഹല്ലേലൂയ ചർച്ചിൻ്റെ ആക്ടിവിറ്റികൾ ഉള്ളവരാണ്. പക്ഷേ ദൈവം ഇന്ന് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എന്നിൽ നിന്ന്
ഒത്തിരി അകലെയാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ഒത്തിരി അകലെയാണ്. അങ്ങനെയുള്ളവരോട് യെശയ്യാവ് 1 യെശയ്യാവ് 58 പറയുകയാണ്, ഞാൻ അങ്ങനത്തെ യാഗം വെറുക്കുന്നു. ഇങ്ങനത്തെ മുറവിളി എനിക്ക് കേൾക്കണ്ട. ഞാൻ നിങ്ങളുടെ യാഗം കൊണ്ട് മടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദിന് ഒരു കാര്യം പിടികിട്ടി. നീ ഹനനയാഗങ്ങളെ അല്ല ഇച്ഛിക്കുന്നത്, തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയം. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിലോട്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം പ്രവേശിച്ച് നിങ്ങൾ അവനെ അതുപോലെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിയാൽ ആ സ്നേഹത്തിൽ നിന്ന് ബാക്കി എല്ലാം ഒഴുകുവാനായിട്ട് ഇടയായി തീരും. യേശു പത്രോസിനെ ഫൈനലായിട്ട് അപ്പോയിൻമെന്റ് ചെയ്യുന്നതിന് മുൻപ് ഫൈനൽ ടെസ്റ്റ് പേപ്പർ ഇട്ടത് ഫൈനൽ ടെസ്റ്റ് പേപ്പർ യോഹന്നാൻ, ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷത്തിലോട്ടൊന്ന് വരാം. ഹല്ലേലൂയ. പത്രോസിന് യേശു ഇട്ട ഫൈനൽ ടെസ്റ്റ് പേപ്പർ ഏതിൻ്റെയാണ്? നമ്മൾ പറയത്തില്ലേ ആനുവൽ എക്സാം എന്നൊക്കെ പറയുന്ന പോലെ യേശു ഈ ലോകത്തിൽ നിന്ന് പോകാൻ പോവുകയാണ്, സ്വർഗാരോഹണം ചെയ്യാൻ പോവുകയാണ്. അതിനു മുൻപ് പത്രോസിനെ ഫൈനൽ ആടുകളെയൊക്കെ കൈമാറാൻ പോവുകയാണ്. ശുശ്രൂഷ ഫൈനൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 3.5 വർഷം ഒത്തിരി ടെസ്റ്റ് പേപ്പറുകൾ ഇട്ടു, ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു, വിശ്വാസം പഠിപ്പിച്ചു, ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് ഫൈനൽ ടെസ്റ്റ് പേപ്പർ ആനുവൽ എക്സാമിനേഷൻ വരികയാണ്. ആനുവൽ എക്സാമിന് ഒരു ടെസ്റ്റ് ഇട്ടുള്ളൂ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? പത്രോസേ, നീ ആടുകളെ മേയ്ക്കാൻ പഠിച്ചോ? നീ അത്ഭുതം ചെയ്യാൻ പഠിച്ചോ? നീ നിഴലടിപ്പിച്ച് രോഗിയെ സൗഖ്യമാക്കാൻ പഠിച്ചോ? നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പഠിച്ചോ? നീ പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ, നീ കൈ തൊടുമ്പോൾ ആൾക്കാർ തെറിച്ചു പോകാൻ നീ പഠിച്ചോ? ഭൂതത്തെ ഇളക്കാൻ നീ പഠിച്ചോ? സുവിശേഷം അറിയിക്കാൻ നീ പഠിച്ചോ? എന്നൊന്നും അല്ല ഫൈനൽ ടെസ്റ്റ് പേപ്പർ ഇട്ടത്. ഫൈനൽ ടെസ്റ്റ് പേപ്പറിൽ ഒരൊറ്റ ചോദ്യമേ യേശു ചോദിച്ചുള്ളൂ, നിനക്ക് എന്നോട് ഇവയിലും അധികമായി സ്നേഹമുണ്ടോ? സൈമൺ സൺ ഓഫ് ജോൺ, ഡു യു ലവ് മീ മോർ ദാൻ ദിസ്? ഇവയിലും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇന്ന് എന്നെ ഈ മീറ്റിംഗിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന് ഒറ്റ കാര്യം ചോദിക്കാവുള്ളൂ. ഫൈനൽ ആനുവൽ എക്സാമിൻ്റെ ടെസ്റ്റ് ബാക്കിയൊന്നും വേണ്ടെന്നല്ല, ബാക്കി പക്ഷേ ഫൈനൽ ടെസ്റ്റ് ഇതാണ്. Do you love me more than all of this? If you love me with all your heart, then everything else will flow easily. ബാക്കി എല്ലാം ഒഴുകിക്കോളും, ബാക്കി ശുശ്രൂഷകൾ ഒഴുകിക്കോളും, നന്മകൾ ഒഴുകിക്കോളും, ദൈവം ഒരുക്കി വെച്ചത് ഒഴുകിക്കോളും. ദൈവത്തിൻ്റെ അടുക്കൽ സ്നേഹത്തോടെ വരാമെങ്കിൽ, പുത്രനായി വീട്ടിൻ്റെ അകത്ത് നിൽക്കാമെങ്കിൽ, കാള നിൻ്റേതാ, മോതിരം നിൻ്റേതാ, നിലയങ്കി നിൻ്റേതാ, ചെരുപ്പ് നിൻ്റേതാ, എല്ലാം എനിക്കുള്ളതെല്ലാം നിന്റേതാ. ഇന്ന് ചിലരോട് ദൈവം ആഹ്വാനം ചെയ്യുന്നു, എൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വാ. ഒരാചാരം കൂടെ ചെയ്യാനല്ല, ഒരു പ്രവൃത്തിയൂടെ ചെയ്യാനല്ല, എൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നീ ഒന്ന് മടങ്ങി വന്നാൽ ദൈവം നിന്നെ മാനിക്കും. കുഞ്ഞെ, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ഈ പ്രിയജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ മേൽ ഹല്ലേലൂയ പിശാചിട്ടിരിക്കുന്ന, ദൈവത്തെക്കുറിച്ച് ഇട്ടിരിക്കുന്ന നെഗറ്റീവ് തോട്ടുകൾ, നെഗറ്റീവ് ഇമേജുകൾ, വില്ലൻ ഇമേജുകൾ ബ്രേക്ക് ആകട്ടെ. ദൈവം സ്നേഹമാണ്, ദൈവം ലവ് ആണ്. കർത്താവ് ഇവരെ ഇപ്പോഴും ആഴമായി സ്നേഹിക്കുന്നു. എന്നാൽ ഇവരുടെ വിശദീകരണങ്ങളെല്ലാം ബ്രേക്ക് ആയിട്ട് ഇന്ന് പകൽ ഇവർ ദൈവത്തിലോട്ട് മടങ്ങി വരട്ടെ. പിശാച് ഇവരുടെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ചിട്ട ആശയങ്ങൾ ബ്രേക്ക് ആയിട്ട് ഇപ്പോൾ ഇവർ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരട്ടെ. അതുമൂലം ഇവരുടെ ലൈഫിൽ ഒഴുക്ക് സ്റ്റാർട്ടാകട്ടെ, അനുഗ്രഹം ഒഴുകട്ടെ, വിടുതലുകൾ ഒഴുകട്ടെ, സർവ്വ നന്മകളും ഒഴുകട്ടെ. അങ്ങനെ പറഞ്ഞ് ഇവരെ ബ്ലസ് ചെയ്യുന്നു. ഐ റിലീസ് ദി അപ്പോസ്റ്റോലിക് ബ്ലെസ്സിങ്സ് ഇൻടു ഓൾ ദീസ് പീപ്പിൾസ് ലൈഫ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് Christ we pray. Amen. God bless you and see you in the next episodes. Amen.